അഖീദ അത് നന്നായാൽ മാത്രമേ ജനങ്ങളുടെ ബാക്കി എന്തും നന്നാവുകയുള്ളൂ. അവരുടെ കർമ്മങ്ങൾ നന്നാകണമെങ്കിൽ, അവരുടെ സ്വഭാവം നന്നാകണമെങ്കിൽ, അവരിൽ ഐക്യമുണ്ടാകണമെങ്കിൽ, അവരുടെ നന്മകൾ അത് വിടരണമെങ്കിൽ വിശ്വാസം ശരിയാകണം. മാത്രമല്ല, വിശ്വാസത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സ്ഥാനമില്ല. അത് ഒന്ന് മാത്രമാണ്, ഒന്നേ ഒന്നാണ്. അതിൽ ഒരാൾക്ക് ഇന്ന മദ്ഹബ്, മറ്റയാൾക്ക് ഇന്ന മദ്ഹബ്, അയാളുടെ അഖീദ ഇന്നതാണ്, ഒരാൾ അശ്അരിയാണ്, മറ്റയാൾ മാതുരീദിയാണ്. ഇല്ല, ഒരൊറ്റ മദ്ഹബ്, അത് മാത്രമേ ഇസ്ലാമിന്റെ വിശ്വാസത്തിലുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരേ ഒരു മദ്ഹബ്, സഹാബത്തിന്റെ മൻഹജ്, അയിമ്മത്തിന്റെ എല്ലാ മൻഹജ്. അഹ്ലുസുന്നത്തിന് ഫിഖ്ഹിൽ 4 മദ്ഹബുകൾ അറിയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ ഇമാമങ്ങളുടെ എല്ലാം അഖീദ അത് ഒരേ ഒരു മദ്ഹബാണ്, അഖീദത്തു സലഫ്, മുൻഗാമികളുടെ വിശ്വാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, സഹാബത്ത് പഠിപ്പിച്ച, താബിഈങ്ങളും തബഉ താബിഈങ്ങളും വിശ്വസിച്ചു പോന്ന, ഈ ഉമ്മത്തിലെ നല്ലവരായ മുൻഗാമികളും പണ്ഡിതന്മാരും വിശ്വസിച്ചു പോന്ന ഒരേ ഒരു വിശ്വാസം. അതിൽ ഇന്നവൻ ഇന്നത്, മറ്റവൻ ഇന്നത് ഇല്ല. അങ്ങനെ ഒരു വേർതിരിവോ ഒരു വിശാലതയോ ഇല്ല. ഇത് വിശാലമായ ആദർശമാണ്, പക്ഷേ ഇത് ശരിയായ ആദർശമാണ്. ചില ആളുകൾ വിശാലതക്ക് ഈ രൂപത്തിൽ തെറ്റായ അർത്ഥമാണ് മനസ്സിലാക്കിയിട്ടുള്ളൂ. തോന്നിയവന് തോന്നിയത് വിശ്വസിക്കാം. അല്ല, വിശ്വാസം ഒന്നു മാത്രമാണ്. അത് വിശ്വസിച്ചാലേ ഒരാൾ രക്ഷപ്പെടുകയുള്ളൂ.